എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീണ്ടും ഒരു ബിരിയാണി കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ മനീസ് ദം ബിരിയാണിയിലാണ് വന്നിട്ടുള്ളത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം അതൊരു സഡൻ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മെനു ഒക്കെ നോക്കി മെനുവിൽ ഡിസൈഡ് ചെയ്തു എന്താ കഴിക്കേണ്ടത് എന്നുള്ളത്. മുമ്പൊന്നും ഞാൻ ഫുഡിൽ വെറൈറ്റീസ് ഒന്നും ഞാനങ്ങനെ ട്രൈ ചെയ്യാറില്ലായിരുന്നു. ലൈക്ക് കോമൺ എന്താണ് എല്ലാവരും കഴിക്കുന്നത് അത് കഴിച്ചിട്ട് പോരും, മെയിൻലി കേരള റെസ്റ്റോറൻറ്റ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴായാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഫുഡ്സ് ട്രൈ ചെയ്യണം എന്നൊക്കെയാണ്. ഇവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്തത് ചിക്കൻ IPL ബിരിയാണിയും ഇവരുടെ തന്നെ റെഗുലർ ചിക്കൻ ബോൺലെസ് ബിരിയാണിയാണ്. ഈ പുള്ളിക്കാരൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് IPL ബിരിയാണിയാണ്. ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ, റൈസ് ഏത് വേണം എന്നുള്ളത്. ഈ ജീരക സാമ്പാർ റൈസാണോ അല്ലെങ്കിൽ ബസ്മതി റൈസാണോ എന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ ജീരക സാമ്പാർ റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കോല കൈമ അങ്ങനെയൊക്കെ പറയും. ഈ സൗത്തൺ സൈഡിൽ ജീര റൈസ് എന്നൊക്കെ പറയും നമ്മുടെ കേരളത്തിൽ തന്നെ. അപ്പം ഇതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ ടേസ്റ്റ് കുറച്ചൊരു ഇച്ചിരി കേരള ടച്ച് വരുന്നുണ്ട്, എന്നാൽ കേരള സ്റ്റൈലാണെന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താ പറയുക, കുറച്ചൊരു തലശ്ശേരി ബിരിയാണീൻ്റെയൊക്കെ ഒരു ടച്ചും വരുന്നുണ്ട്. ഇതും ബോൺലെസ് തന്നെയാണ് കേട്ടോ, ചിക്കൻ പീസസ് ഒക്കെ ബോൺലെസ് ആണ്. ബിരിയാണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം ഓവർ സ്പൈസിയും അല്ല, സ്പൈസി ലെസ്സും അല്ല, ഒരു മീഡിയം ആണ്. ഫ്ലേവേർഡ് റൈസും അല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് റെഗുലർ ബോൺലെസ് ബിരിയാണീനേക്കാളും കൂടുതൽ ഈ ഒരു ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തതാണ് ഈ ഒരു ചിക്കൻ ബോൺലെസ് റെഗുലർ ബിരിയാണി. സംഭവം ഓക്കെ ആയിരുന്നു. യൂഷ്വലി എനിക്ക് ബസ്മതി റൈസ് അധികം ഇഷ്ടമല്ല. ഈ ഒരു ജീര റൈസ് ആ ഒരു സമയം ഫസ്റ്റ് ഞാൻ കഴിച്ച ആ ഒരു ബിരിയാണി ടൈപ്പാണ് ഇഷ്ടം. പക്ഷേ ഇത് കൊള്ളില്ലെന്നല്ല, ഓക്കെ ടൈപ്സ് ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഇതും ബോൺലെസ് ആയിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ഫീൽ ചെയ്ത് ചിക്കനാണോ മീനാണോ എന്നുള്ള ആ ഒരു ഫീൽ ചെയ്തു തുടങ്ങി. എന്നാലും ഓക്കെ ആയിരുന്നു, ഓവറോൾ ഗുഡായിരുന്നു. എനിക്കെന്തായാലും സംഭവം മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്ത മല്ലിക ബിരിയാണി, ഹുസ്കോട്ട ബിരിയാണി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കാളും എനിക്ക് ഈ ഒരു ബിരിയാണി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ദ ഫസ്റ്റ് വൺ IPL ബിരിയാണി. ആൻഡ് ദ ആംബിയൻസ് എവറിത്തിങ് വാസ് ടു ഗുഡ്. മറ്റൊരു വ്ളോഗിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.